തൃശൂരിലെ ഡിജിറ്റൽ ഹവാല ഇടപാടിൽ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നു. അറസ്റ്റിലായ ഏജന്റ് മൂന്നാം പ്രതിയുമായ അബ്ദുൽ മാലിക് NIA ഹൈദരാബാദ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ്. കള്ളനോട്ട് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് UAPA വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ NIA കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. ശ്രീകാന്ത്, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ വാർത്തയുടെ? എസ്കെൻ, ഇതുവരെ കേട്ടതിനും ഇതുവരെ കണ്ടതിനും അപ്പുറം ഈ വാർത്തയ്ക്ക് ഒരു ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ പുതിയ വരുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത്. അതായത് ഇതത്ര നിസ്സാരമായ ഒരു ഡിജിറ്റൽ തട്ടിപ്പിനപ്പുറത്തേക്ക് ഹവാല ഇടപാടും ഇതിൽ ദേശവിരുദ്ധ ബന്ധവും ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആഴത്തിൽ പരിശോധിക്കുന്നത്. അതിനവരെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ചില കാരണങ്ങളും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ തൃശൂർ ഡിജിറ്റൽ ഹവാല ഇടപാടിൽ അറസ്റ്റിലായ ഏജന്റ് NIA കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ്. മൂന്നാം പ്രതി അബ്ദുൽ മാലിക് NIA ഹൈദരാബാദ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണെന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കള്ളനോട്ട് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് UAPA വകുപ്പ് പ്രകാരമാണ് NIA ഇയാൾക്കെതിരെ കേസെടുത്തത്. RC 02/12/ NIA HYD എന്ന അവരുടെ RC നമ്പറിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ തൃശൂരിൽ ഡിജിറ്റൽ ഹവാല ഇടപാടിലൂടെ എത്തിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ. ഇടപാടിലെ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ സമയം വേണം, അവസരം വേണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. SKN കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ നമ്മൾ ആ സംഘത്തിൽപ്പെട്ട അതിൽ അകപ്പെട്ടു പോയ ഒരാളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് പിന്നാലെ നമ്മൾ പോയത്. അതിലൂടെയാണ് ഇപ്പോൾ ഈ കേസിൽ NIA കേസിലെ ഒരു പ്രതി കൂടിയുണ്ട് എന്നും അയാൾ ഇതിന്റെ പ്രധാന ഏജന്റാണെന്നും വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ ഗ്രാവിറ്റി വലുതാവുകയാണ്. ഓക്കെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഓരോ കേസ് അതിന് ചരട് പിടിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് കൂടുതൽ അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രകാശൻ പറയുന്നു, SKN പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്തരം സംഭവങ്ങൾ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ച് അറിഞ്ഞു, ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ നേരെയായോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു അത്ര അപൂർവമായ വാർത്തയല്ല എന്ന രീതിയിൽ വരുന്നുണ്ട്. ജനാർദ്ദൻ നായർ പറയുന്നു, നിങ്ങൾ പോകെ അസത്യത്തിൻ്റെ കൂടെയാണ് എന്ന് ഞങ്ങൾ ഒരു കൂട്ടരെ കരുതുന്നു. ശരിയല്ലേ? ശരിയല്ല. അസത്യത്തിൻ്റെ കൂടെ നമ്മളില്ല.